അമ്മുവിന്റെ മുഖത്ത് നിറഞ്ഞു നിന്ന വിയർപ്പ് തുള്ളികളിലേക്കും ഇടയ്ക്കിടെ പിടയ്ക്കുന്ന അവളുടെ കണ്ണുകളിലേക്കുമാണ് ആദം ശ്രദ്ധിച്ചത്. അവന്റെ ഇളം കാപ്പി നിറമുള്ള കണ്ണുകളിലേക്ക് നോക്കിയ നിമിഷം ആ കണ്ണുകളിൽ തന്നെ കുടുങ്ങിപ്പോയതുപോലെ അമ്മു അവന്റെ മുഖത്തേക്ക് നോക്കി നിന്നു, കണ്ണ് മാറ്റാൻ പോലും കഴിയാതെ. കുറച്ചു നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ മാത്രമാണ് തങ്ങളിപ്പോൾ ഏതവസ്ഥയിലാണെന്നും എവിടെയാണെന്നും എന്ന ഓർമ്മ ആദത്തിന് വന്നത്. ആ നിമിഷം തന്നെ അവന്റെ കൈകൾ അമ്മുവിന്റെ ഇടുപ്പിൽ നിന്ന് പതുക്കെ പിന്മാറി. ആദം തന്റെ ഇടുപ്പിൽ നിന്ന് കൈകൾ പിൻവലിച്ചപ്പോഴാണ് അമ്മുവും യാഥാർത്ഥ്യത്തിലേക്ക് തിരിച്ചു വന്നത്. അമ്മു പതുക്കെ തല ഉയർത്തി ആദത്തിനെ നോക്കി. ഞാൻ വേണമെന്ന് വെച്ച് പിടിച്ചതല്ലാട്ടോ അമ്മയാ. താൻ കല്ലിൽ തട്ടി വീഴാൻ പോയപ്പോൾ ചേർത്ത് പിടിച്ചതാണ്. നിനക്കെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായെങ്കിൽ സോറി കേട്ടോ. അമ്മുവിന്റെ ആ നോട്ടത്തിന് അർത്ഥം മനസ്സിലാക്കിയ പോലെ ആദം വല്ലായ്മയോടെ പറഞ്ഞു. അയ്യോ ആദം, സോറി പറയണ്ടാട്ടോ. ഞാനിവിടെ എന്താ സംഭവിച്ചതെന്ന് അറിയാതെ നോക്കിയതാ. വേറെ എന്തൊക്കെയോ ചിന്തിച്ചുകൊണ്ടാണ് ഞാൻ നടന്നത്. അതുകൊണ്ട് പെട്ടെന്ന് എനിക്കൊന്നും മനസ്സിലായില്ല. താൻ നോക്കിയത് അവൻ തെറ്റിദ്ധരിച്ചോ എന്നൊരു ജാള്യതയോടെ അമ്മ പെട്ടെന്ന് പറഞ്ഞു. ശരിക്കും ഞാൻ തന്നോടല്ലേ താങ്ക്സ് പറയേണ്ടത്. ഞാൻ വീഴാൻ പോയപ്പോൾ എന്നെ പിടിച്ചില്ലേ? താങ്ക് യു കേട്ടോ.